ഒരു തണുപ്പ് കാലത്ത് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നിന്ന് രാവിലെ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ചിത്താർപൂർ പ്രദേശത്തുകൂടിയാണ് യാത്ര. ഇത് പ്രമോദ്. ഇന്നലെയും എന്റെ യാത്ര പ്രമോദിന്റെ വണ്ടിയിലായിരുന്നു. പിന്നിൽ 2 പേരുണ്ട്, ഡോക്ടർ അജിത്തും നന്ദകിഷോറും. ഹോമിയോ ഡോക്ടറായ അജിത്ത് ഇന്നലെയും എന്നെ പല കാഴ്ചകളിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ സുഹൃത്താണ് നന്ദകിഷോർ. ഈ പ്രദേശം നല്ല പരിചയമുള്ള പഴയൊരു വിപ്ലവകാരിയാണ് നന്ദകിഷോർ. അദ്ദേഹം കൂടെയുള്ളതുകൊണ്ടാണ് രാജരപ്പ ക്ഷേത്രത്തിലൊക്കെ പോകാൻ കഴിഞ്ഞത്. ഇനി ഞങ്ങൾ ഉൾനാടുകളിലേക്ക് പോവുകയാണ്. പ്രധാനമായും സന്താൾ ഗോത്രക്കാരുടെ ഗ്രാമങ്ങളിലേക്കാണ് പോകുന്നത്. ഇവിടെ അടുത്താണ് ജാർഖണ്ഡിലെ തന്നെ പ്രധാനപ്പെട്ട നദിയായ ദാമോദർ. ആ നദിയുടെ തീരത്തെ സന്താൾ ഗ്രാമങ്ങളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടമൊക്കെ കാണുമ്പോൾ വരണ്ട നിലങ്ങളാണെന്ന് തോന്നും. പുറത്ത് നല്ല തണുപ്പുണ്ട്. പാടങ്ങൾ, വലിയ ഇഷ്ടികക്കളങ്ങൾ, ഇഷ്ടിക ചൂള വെച്ചിരിക്കുന്നു. പല ഗ്രാമങ്ങളും ആധുനികമായിക്കൊണ്ടിരിക്കുകയാണ്. ആധുനികതയെന്നാൽ ചുടുകെട്ടിയും കോൺക്രീറ്റും വന്നു എന്നർത്ഥമാക്കിയാൽ മതി. അതിനു മുൻപ് ഇവിടെ ആദിവാസി ഗ്രാമങ്ങളിലെ വീടുകളെല്ലാം മണ്ണുകൊണ്ട് മെഴുകി പുല്ലോ ഓടോ മേഞ്ഞതായിരുന്നു. സന്താൾ ഗോത്രക്കാരുടെ കൃഷിയിടങ്ങളാണ് കൂടുതലായും കാണുന്നത്. ഇടയ്ക്കിടെ വലിയ കുളങ്ങളും കാണാം. പല ചെറുഗ്രാമങ്ങളും ഞങ്ങൾ പിന്നിടുന്നുണ്ട്. എല്ലാ ഗ്രാമത്തിലും ഒരു ക്ഷേത്രമുണ്ടാവും. അതിനൊക്കെ ഏതാണ്ട് ഒരേ രൂപവുമായിരിക്കും. പുതിയ കാലത്ത് കോൺക്രീറ്റ് കൊണ്ട് പണിത ക്ഷേത്രങ്ങളാണ്. കൽക്കരിയുടെ ഒരു ബെൽറ്റിലൂടെയാണ് കടന്നു പോകുന്നത്. ചെറുതും വലുതുമായ കൽക്കരി ഖനന കേന്ദ്രങ്ങളുള്ള ഇടം. റോഡിൽ സൈക്കിളിൽ എന്തോ വെച്ചുകെട്ടി ആളുകൾ ഉന്തിക്കൊണ്ടു പോകുന്നത് കാണുന്നുണ്ട്. ഞാൻ ആദ്യം കരുതിയത് ആഫ്രിക്കയിലൊക്കെ കാണുന്നത് പോലെ മരക്കരിയായിരിക്കും അതെന്നാണ്. ഇത് കൽക്കരിയാണ്. സൈക്കിൾ ചവിട്ടിയല്ല പോകുന്നത്, വളരെ കഷ്ടപ്പെട്ട് ഉന്തിക്കൊണ്ടാണ്. ഒരു പിക്കാസും തൂമ്പയുമൊക്കെ ഉണ്ട് ചാക്കുകെട്ടിന് മുകളിൽ. ഒരു പെട്ടി ഓട്ടോയിൽ കൊള്ളുന്നത്ര കരി സൈക്കിളിൽ കെട്ടിവെച്ച് തള്ളിക്കൊണ്ടു പോകുന്നു. എവിടെ നിന്നോ കുഴിച്ചെടുത്ത് കൊണ്ടുപോവുകയാണ്. ഇതൊരു സ്ഥിരം പരിപാടിയാണിവിടെ. ഈ തൊഴിലുകൊണ്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രദേശങ്ങളിലുണ്ട്. ശരിക്കും ഇത് അനധികൃതമായ ഖനനമാണ്. വാഹനമൊന്നും എത്താത്ത ഏതോ ഉൾനാട്ടിൽ നിന്ന് കൽക്കരി മാന്തിയെടുത്ത് ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും കൊണ്ടുപോയി വിൽക്കുകയാണിവർ. അടുപ്പിൽ ഉപയോഗിക്കാനാണ് ആളുകൾ ഇവരിൽ നിന്ന് ഇത് വാങ്ങുന്നത്. ശരിക്കും ഇത് നിയമവിരുദ്ധമായ കച്ചവടമാണ്. രാജ്യത്തെ ഖനിജങ്ങളെല്ലാം ഗവൺമെന്റിൻ്റെതാണല്ലോ. അതിനാൽ ഗവൺമെന്റ് നേരിട്ടോ ഏജൻസികളെ നിയോഗിച്ചോ ആണ് ഖനന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്നാൽ ഇന്നാട്ടിലെ പാവപ്പെട്ട ആദിവാസികളുടെ ഒരു ഉപജീവന മാർഗം മണ്ണ് കുഴിച്ച് കൽക്കരി മാന്തിയെടുത്ത് വിൽക്കുന്നതാണ്. ഉൾനാടുകളിൽ പലയിടത്തും അത്തരം ഖനികളുണ്ട്. 100 കണക്കിന് കുടുംബങ്ങൾ ഈ ജോലി കൊണ്ട് കഴിയുന്നുമുണ്ട്. വഴിയിൽ ഇതൊരു കാഴ്ച തന്നെയാണ്. നിരവധി ചാക്കുകൾ ഒരു സൈക്കിളിൽ കെട്ടിവെച്ച് വളരെ ശ്രമപ്പെട്ട് അത് കൊണ്ടുപോകുന്നു. ഭാര്യയും ഭർത്താവും ചേർന്നാണ് ഒരു സൈക്കിൾ തള്ളുന്നത്. ഇതിങ്ങനെ സൈക്കിളിൽ കൊണ്ടുപോയാൽ പോലീസ് പിടിക്കില്ലത്രേ. എത്രയോ ദൂരെ നിന്നും സൈക്കിൾ തള്ളിക്കൊണ്ടുവരുന്നവരാണ് ഈ ദമ്പതികൾ. വീണ്ടും മുന്നോട്ടു പോകുമ്പോൾ വലതുവശത്ത് ഒരു സ്ഥാപനം കാണാം. വലിയൊരു പുകക്കുഴൽ ഉയർന്നു നിൽക്കുന്നു. കൽക്കരി വാഷ് ചെയ്ത് ശുദ്ധീകരിക്കുന്ന സ്ഥലം. അത് പിന്നിടുമ്പോൾ ഇവിടെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിലൂടെ തന്നെ അനധികൃതമായി എടുത്ത കൽക്കരിയുമായി ആളുകൾ പോകുന്നത് കാണാം. ഞങ്ങൾ ദാമോദർ നദിക്ക് കുറുകെയുള്ള പാലത്തിലേക്ക് കയറി. പാലത്തിലും കാണാം കൽക്കരിയുമായി പോകുന്ന സൈക്കിളുകൾ. ഇതാണ് ദാമോദർ നദി. 592 കിലോമീറ്റർ നീളമുള്ള നദിയാണ് ദാമോദർ. ജാർഖണ്ഡിൽ ഛോട്ടാ നാഗ്പൂർ സമതലത്തിലെ ചുൽഹാപാനി എന്ന സ്ഥലത്തു നിന്നുമാണ് ദാമോദർ ഉത്ഭവിക്കുന്നത്. ജാർഖണ്ഡ് കടന്ന് പശ്ചിമ ബംഗാളിലൂടെ ഒഴുകി ഹൂഗ്ലി നദിയിൽ ചേർന്ന് അത് ബംഗാൾ ഉൾക്കടലിൽ ചെന്നു ചേരുന്നു. ദാമോദർ നദിയുടെ മറുകരയിലേക്കെത്തി. ആദിവാസി ഗ്രാമങ്ങളുടെ ഒരു പ്രദേശമാണിത്. ഇവിടെയൊക്കെ മിക്കവാറും ഒരു ഗ്രാമത്തിൽ ഒരു ഗോത്രത്തിലെ ആളുകളായിരിക്കും വസിക്കുന്നത്. വിഭിന്ന ഗോത്രങ്ങൾ തമ്മിൽ സഹവർത്തിത്വം പുലർത്തുന്നു എന്നതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. സിമ്ര എന്ന ഗ്രാമമാണിത്. അവിടുത്തെ ഹനുമാൻ ക്ഷേത്രമാണ് വലതുവശത്ത് കാണുന്നത്. ഇതാകട്ടെ ഇവിടുത്തെ സ്കൂളാണ്, മിഡിൽ സ്കൂൾ. വളരെ കളർഫുള്ളായ ഒരു സുന്ദരൻ സ്കൂൾ.
ഗ്രാമത്തിലെ ഒരു വോളിബോൾ കോർട്ടിൽ കുറെ പേർ കളിക്കുന്നുണ്ട്. തിങ്കളാഴ്ചയുടെ 12 മണി നേരത്താണ് കളി. ഗ്രാമക്കാഴ്ച ഇങ്ങനെയൊക്കെയാണ്. വീടുകളിലൊക്കെ ആളുകളുണ്ട്. സ്കൂളിലോ ജോലിക്കോ പോകുന്ന സ്വഭാവമില്ലെന്ന് തോന്നും. പാതയോരത്ത് ഒരു പച്ചക്കൊടി കണ്ടു. ഇതൊരു മുസ്ലിം ഗ്രാമമാണെന്ന് അജിത് പറഞ്ഞു. മുസ്ലിങ്ങൾ ഇവിടെ അവരുടേതായ ചെറു ഗ്രാമങ്ങളിലാണ് താമസിക്കുന്നത്. അവർക്ക് ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങൾ. ഇക്കാണുന്നതെല്ലാം മുസ്ലിം വീടുകളാണ്. പലയിടത്തും കാണാം കൊടി. 48 ലക്ഷത്തോളം മുസ്ലിങ്ങളുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഈ സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ മതമാണത്. ഹിന്ദുക്കളാണ് 1-ാം സ്ഥാനത്ത്. അവിടം പിന്നിട്ട് യാത്ര തുടരവേ മണ്ണുകൊണ്ട് പണിത വീടുകൾ കണ്ടു തുടങ്ങുന്നു. ഒരു തരം പാത്തിയോടുമേഞ്ഞ വീടുകൾ. സന്താൾ ഗോത്രക്കാരുടെ വീടുകളാണ്. അവരുടെ പരമ്പരാഗത വീടുകൾ ഇങ്ങനെയാണ്. 2-3 വീടുകളുടെ ഒരു കോംപ്ലക്സ് ആണ് ഓരോന്നും. വരണ്ടുണങ്ങിക്കിടക്കുകയാണ് നിലമെന്ന് തോന്നുമെങ്കിലും തണുപ്പുള്ള അന്തരീക്ഷമാണ്. വീടിനോട് ചേർന്ന് വൈക്കോൽ തുറുകൾ. അത് കണ്ടാൽ ഒരു കുടിലാണെന്ന് തോന്നും. സിമ്ര ഗ്രാമത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇതെല്ലാം. കാഴ്ചകൾക്ക് വലിയ വ്യത്യസ്തതയൊന്നുമില്ല. വികസനമൊന്നും എത്തിയിട്ടില്ലെന്ന് തോന്നുന്ന ഗ്രാമം. ഒരു 100 കൊല്ലം മുൻപത്തെ ഗ്രാമക്കാഴ്ചകൾ തന്നെ. വൃത്തിയും ഭംഗിയുമൊന്നും ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾക്ക് ബാധകമല്ല. ഫംഗ്ഷനിലായി കാര്യങ്ങൾ നടന്നാൽ മതി എന്നാണ് ഇന്നാട്ടുകാരുടെ ചിന്ത. കേരളമൊക്കെ എത്ര മുന്നിലാണെന്ന് ഉത്തരേന്ത്യയിലൂടെ ഇങ്ങനെ കൂടുതൽ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാവും. തരക്കേടില്ലാത്ത റോഡുകൾ ഇപ്പോൾ എല്ലായിടത്തുമുണ്ട്. അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. തകർന്ന റോഡുകളിലൂടെ ഈ യാത്രയിൽ അധികം പോയിട്ടില്ല. ജിഥനിയ എന്ന ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എവിടെയോ നിന്ന് കുടിവെള്ളം ചുമന്നുകൊണ്ടു പോകുന്നവർ, കൽക്കരി ലോഡ് ചെയ്ത സൈക്കിൾ, ഇതെല്ലാം തന്നെയാണ് ഈ ഗ്രാമത്തിലെയും സാധാരണ കാഴ്ചകൾ. ഇക്കാണുന്നതാണ് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ട്രൈബൽ വീട്. സന്താൾ ഗോത്രക്കാരുടെ വീട്. ഒരു കുടുംബം താമസിക്കുന്നതാണത്. എന്നാൽ സഹോദരങ്ങളുടെ കുടുംബങ്ങൾ ഒന്നിച്ചു വസിക്കുമ്പോൾ ഒരു കോംപ്ലക്സിൽ തന്നെ പല കെട്ടിടങ്ങളുണ്ടാവും. ഈ ഗ്രാമത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് വണ്ടി നിർത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു വീടിനകം കാണണം. അങ്ങനെ പ്രമോദ് ഒരിടത്ത് വണ്ടി നിർത്തി. ഞങ്ങൾ അവിടെ ഇറങ്ങി. ഇതും ഒരു സന്താൾ വീടാണ്. നൂറ്റാണ്ടുകളായി സന്താൾ വീടുകളുടെ ഒരു സ്വഭാവം ഇതായിരുന്നു. വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു. അവളോടൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അങ്ങ് കടന്നുപോയി. ഇത്തരത്തിൽ മുളയും കമ്പും കൊണ്ട് മേൽക്കൂര പണിത് പാത്തിയോടുകൾ കമഴ്ത്തിയും മലർത്തിയും വെച്ചാണ് ഇവിടെ വീടുകൾ മേയുന്നത്. മൺചുമരുകൾ. അത് തന്നെ 2 നിറത്തിലുള്ളതുണ്ട്. ചുവന്ന മണ്ണും വെളുത്ത മണ്ണും. ഭിത്തിയും വീടിന്റെ നിലവും മുറ്റവുമെല്ലാം ഇങ്ങനെ മണ്ണുകൊണ്ട് മെഴുകും. നിലത്ത് മണ്ണിനൊപ്പം ചാണകം കൂടി ചേർക്കാറുണ്ട്. വീടുകൾക്കെല്ലാം സാമാന്യം വൃത്തിയുണ്ട്. ഈ വീട്ടിലെ കുടുംബനാഥൻ ഇവിടെയുണ്ട്. ധനേശ്വർ ടൂഡു എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ ഭാര്യയുമുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യുന്നതിലൊന്നും അവർക്ക് തടസ്സമില്ല. ധനേശ്വർ ടൂഡു വിശേഷങ്ങൾ പറഞ്ഞു. ടുട്ടു എന്നത് സന്താൾ ഗോത്രത്തിലെ ഒരു കുലത്തിന്റെ പേരാണ്. 12 കുലങ്ങളുണ്ട് സന്താൾ ഗോത്രത്തിൽ. അനേകം ഉപകുലങ്ങളും. ധനേശ്വറിന്റെ മകനും ഇവിടെയുണ്ട്. മകന്റെ പേര് സാഗർ ടുഡു എന്നാണ്. സാഗർ വിദ്യാർത്ഥിയാണ്. കോളേജിൽ പഠിക്കുന്നു. ഇന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസം. ഗ്രാമങ്ങളിൽ ഇന്ന് കണ്ട പല വിദ്യാർത്ഥികളും ഇന്ന് ക്ലാസ്സിൽ പോയില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ധനേശ്വറിന് സാഗറിന്റെ ഇളയതായി 3 പെൺമക്കൾ കൂടിയുണ്ട്. അവർ സ്കൂളിൽ പോയിരിക്കുന്നു. നിലമൊക്കെ നല്ല വൃത്തിയായി മെഴുകി ഒരുക്കിയിട്ടിട്ടുണ്ട്. മാലിന്യമോ വൃത്തികേടുകളോ കാണാനില്ല. സാഗർ ഈ സ്കൂട്ടറിൽ കുറച്ചു മുൻപ് വരുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട വോളിബോൾ കളി നടക്കുന്നിടത്തേക്ക് പോവുകയായിരിക്കണം. എന്റെ സുഹൃത്തുക്കൾ കൂടി വീട്ടിലേക്ക് വന്നു. അവരും ധനേശ്വറുമായി വിശേഷങ്ങൾ പറയാൻ തുടങ്ങി. മുറ്റത്തൊരു അടുപ്പുണ്ട്. അവിടെ ആയിരിക്കണം പ്രധാന പാചകം. ഇത് സുനിതാ ദേവി. പുതിയ തരം മൊബൈൽ ഫോണൊക്കെ ഉണ്ട് സുനിതാ ദേവിക്ക്.
മുറ്റത്ത് ഷവലും പിക്കാസും ഒക്കെ കണ്ടപ്പോൾ ധനേശ്വറിന് എന്താണ് തൊഴിലെന്ന് ഞാൻ ചോദിച്ചു. കൃഷിയാണെന്നാണ് ആദ്യം പറഞ്ഞത്. ഈ ഉപകരണങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളും കൽക്കരി കുഴിച്ചെടുക്കാൻ പോകാറുണ്ടെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഗ്രാമങ്ങളിൽ എല്ലാ വീട്ടിലും ഇത്തരം ഉപകരണങ്ങൾ ഉണ്ടാവും. കൽക്കരി പൊട്ടിച്ച് വാരിയെടുക്കാനുള്ളതാണ്. കിണർ പോലെ കുഴിച്ച് മണ്ണ് മാറ്റി താഴെയുള്ള കൽക്കരി പൊട്ടിച്ചെടുക്കും. എല്ലാ വീട്ടുകാരുടെയും ഒരു അധിക വരുമാനം അനധികൃതമായി അങ്ങനെ കൽക്കരി കുഴിച്ചെടുക്കുന്നതാണ്. ഇതാണ് ധനേശ്വറും കുടുംബവും വസിക്കുന്ന വീട്. 5-6 വീടുകളുടെ ഒരു നടുമുറ്റത്താണല്ലോ നേരത്തെ ഞാൻ നിന്നത്. ആ വീടുകൾ ധനേശ്വരന്റെ പല സഹോദരന്മാരുടേതാണ്. ഇങ്ങനെ ഒരു കയറ്റുകെട്ടിലുണ്ടാവും. അതും വെയിലത്തിട്ട് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യും. എല്ലാ വീടിനുമടുത്ത് മുറ്റത്ത് ഇങ്ങനെ ഒരു അടുപ്പുണ്ടാകും. അതിനടുത്ത് തന്നെ ഇരിക്കാനുള്ള കൊരണ്ടികളുമുണ്ട്. അവിടെയാണ് വീട്ടിലുള്ളവർ രാവിലെ തീ കാഞ്ഞിരിക്കുക. തണുപ്പുകാലത്ത് വെയിൽ ഇവർക്ക് വലിയ ഇഷ്ടമാണ്. ഇതാണ് ധനേശ്വരന്റെ കുടുംബ വീട്. 4-5 വീടുകളുടെ ഒരു കോംപ്ലക്സ്. 3 സഹോദരന്മാർ ഒന്നിച്ചു താമസിക്കുകയാണിവിടെ. അതിനുമപ്പുറം മുന്നിൽ കാണുന്നത് ധനേശ്വരന്റെ വീട്. അതിന്റെ എതിർവശത്ത് മറ്റൊരു സഹോദരന്റെ വീട്. ഇതാകട്ടെ സാധനങ്ങൾ സൂക്ഷിക്കാനും മറ്റുമുള്ള കെട്ടിടമാണ്. കുടുംബത്തിലെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഇടവുമാണത്. സന്താൾ ട്രഡീഷണൽ വസ്ത്രം ഇങ്ങനെയാണോ ധരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. ജോലിയുടെ സൗകര്യത്തിനായി ഉടുത്തതാണ്. ഇത് ട്രഡീഷണൽ വസ്ത്രമല്ലെന്നും പറഞ്ഞു. കെട്ടിടങ്ങളുടെ ഭിത്തി ഇങ്ങനെയാണ്. കുഴമണ്ണ് മെഴുകിയതാണിത്. ഇത് പക്ഷേ വലിയ ഫിനിഷിംഗ് ഇല്ല. ഇവർ സാധാരണയായി മണ്ണുമെഴുകുക നല്ല വൃത്തിയോടെയാണ്. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൌ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഞങ്ങൾ തിരികെ റോഡിലേക്ക് ഇറങ്ങി. കൽക്കരിയുമായി ബൈക്കുകളും പോകുന്നത് കാണാം. സൈക്കിൾ മാത്രമല്ല. അങ്ങനെ നിൽക്കെ കുറച്ചാളുകൾ കൂടി. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് കണ്ടു വന്നതാണ്. കൽക്കരി കുഴിച്ചെടുക്കാൻ പോകുന്നവരാണ് ഇവരെല്ലാം. നിങ്ങൾ എന്തിനു വന്നു, എന്താണ് ഷൂട്ട് ചെയ്യുന്നത്, ഞങ്ങളെ കുഴപ്പത്തിലാക്കാൻ വന്നതാണോ എന്നെല്ലാമാണ് ചോദ്യം. എന്തോ അന്വേഷണത്തിന് ഞങ്ങൾ വന്നിരിക്കുന്നതാണെന്നാണ് ഇവരുടെ ധാരണ. അതൊന്നുമല്ലെന്ന് ഞാൻ പറഞ്ഞു. കൽക്കരി കുഴിച്ചെടുക്കുന്നിടത്ത് നിങ്ങൾ അവിടെ പോയി ഷൂട്ട് ചെയ്യരുത്. അതിന്റെ വാർത്ത വന്നാൽ ഞങ്ങളുടെ ജീവിതം വഴിമുട്ടും. അതിനാൽ അവിടേക്ക് കൊണ്ടുപോകാനാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. 6-7 കിലോമീറ്റർ നടക്കണം. അവിടേക്ക് പോകാൻ പറ്റില്ല. ആ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നെല്ലാം ഇവർ പറയുന്നുണ്ട്. ഞാൻ അധികം നിർബന്ധിച്ചതുമില്ല. വാഹനത്തിൽ കയറി ഞങ്ങൾ യാത്ര തുടർന്നു. സന്താൾ ഗ്രാമങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത്. കൽക്കരി മാഫിയയുടെ പ്രവർത്തന മേഖലയാണ് ഇതെല്ലാം. ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ തന്നെ സൃഷ്ടിക്കുന്ന ഇന്ത്യയിലെ കുപ്രസിദ്ധമായ കുറ്റകൃത്യ ശൃംഖലയാണ് കോൾ മാഫിയ. സാധാരണക്കാർ ചെറിയ വരുമാനത്തിനു വേണ്ടി കൽക്കരി കുഴിച്ചെടുത്ത് സൈക്കിളിൽ കെട്ടിവെച്ചു കൊണ്ടുപോകുന്നത് പോലെയല്ല കൽക്കരി മാഫിയയുടെ പ്രവർത്തനം. പോലീസുകാർക്കും ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കുമെല്ലാം കൽക്കരി മാഫിയയിൽ നിന്നുള്ള മാസപ്പടി കൃത്യമായി എത്തുന്നുമുണ്ടത്രേ. ഗ്രാമീണരെ ഉപയോഗിച്ചുള്ള വൻതോതിലുള്ള ഖനനം മുതൽ അംഗീകൃത ഖനികളിൽ നിന്നുള്ള കൽക്കരി മോഷണം വരെ അവരുടെ പ്രവർത്തന മേഖലയിൽ ഉൾപ്പെടുന്നു. കൽക്കരിയുടെ വില നിശ്ചയിക്കുന്നതിൽ പോലും അവരുടെ ഇടപെടലുകളുണ്ട്. ഗ്രാമീണരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയാണ് മാഫിയ അവരെ തങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. മറ്റൊരിടത്ത് വണ്ടി നിർത്തി. കുറച്ച് വീടുകൾ കണ്ടതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഒരു കോണിൽ കറുത്ത പാറക്കല്ല് പോലുള്ള എന്തോ കൂട്ടിവെച്ചിട്ടുണ്ട്. ഇത് പാറയല്ല, കൽക്കരിയാണ്. ഇങ്ങനെയാണ് ഖനിയിൽ നിന്നും കൽക്കരി പൊട്ടിച്ചെടുക്കുന്നത്. ഈ വീട്ടിലെ ആവശ്യത്തിനായി സൂക്ഷിച്ചിരിക്കുന്ന കൽക്കരിയാണിത്. ഇവിടെയൊക്കെ വീട്ടിലെ അടുപ്പ് കത്തിക്കുന്നത് കൽക്കരി കൊണ്ടാണ്. ഈ പ്രദേശത്ത് എവിടെ കുഴിച്ചാലും ഒരു 10-20 അടി താഴ്ന്നു കഴിഞ്ഞാൽ കൽക്കരി കിട്ടും. ഒരു കോണിൽ എന്തോ പണി നടക്കുന്നുണ്ട്. നെല്ല് കുത്തുകയാണവിടെ. ഇതൊരു കർഷകന്റെ വീടാണ്.
ഞാൻ അകത്തേക്ക് കയറി ചെന്നു. വീട്ടുകാർ ധാന്യം സൂക്ഷിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് ഒരാൾ പാട്ടയിൽ നെല്ല് നിറച്ചുകൊണ്ടുവന്ന് ഹള്ളറിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നു. നെല്ലുകുത്തു യന്ത്രം കെട്ടിവലിച്ച് ഓരോ വീട്ടിലേക്കും ആളെത്തും. അവിടെ ഉണക്കിവെച്ചിരിക്കുന്ന നെല്ല് അവർ കുത്തിക്കൊടുക്കുന്നതാണ് പതിവ്. ഡീസൽ കൊണ്ട് പ്രവർത്തിക്കുന്ന എഞ്ചിനാണ്. അതിൽ നിന്ന് അരി ഒരു പാത്രത്തിലേക്കും ഉമ്മിയും തവിടും മറ്റൊരു ഭാഗത്തേക്കും വീഴും. പാറ്റേണ്ട ആവശ്യമില്ല. എന്റെ ചെറുപ്പകാലത്ത് ഗ്രാമത്തിലെ മില്ലിൽ നെല്ല് കുത്താൻ കൊണ്ടുപോകുമ്പോൾ തവിടും അരിയുമൊക്കെ ഒരുമിച്ചാണ് കിട്ടിയിരുന്നത്. തുടർന്ന് അത് വീട്ടിൽ കൊണ്ടുവന്ന് പാറ്റിയെടുക്കും. അങ്ങനെ അരി പാറ്റുന്നത് വീട്ടിലെ സ്ത്രീകളുടെ ഒരു ജോലി തന്നെയായിരുന്നു അക്കാലത്ത്. മില്ലിൽ നിന്ന് ഉമി വേറെ കിട്ടുമെങ്കിലും അരിയോടൊപ്പം കുറച്ച് ഉമിയും തവിടുമുണ്ടാകും. പുതിയ കാലത്ത് ഇത്തരം മെഷീനുകൾ നല്ല വൃത്തിയിൽ അരിയെ വേർതിരിക്കുന്നുണ്ട്. ബീഹാറിലൂടെയുള്ള സഞ്ചാരത്തിനിടെ ഓരോ കർഷകരുടെ കളത്തിലും മെതിയന്ത്രവുമായി എത്തി നെല്ല് മെതിച്ചു കൊടുക്കുന്നവരെ ഞാൻ കണ്ടിരുന്നു. അതുപോലെ തന്നെയാണ് ഈ നെല്ലുകുത്തും. യന്ത്രവുമായി നെല്ലുകുത്തുകാർ ഓരോ വീട്ടിലുമെത്തും. ഒരു മാസത്തേക്കെല്ലാമുള്ള നെല്ല് വീട്ടുകാർ കുത്തിക്കുകയും ചെയ്യും. 1 കിലോ നെല്ല് കുത്താൻ 3 രൂപയാണ് ഇവരുടെ കൂലി. ഇദ്ദേഹത്തിൻ്റെതാണ് വീട്. ഒരു കാരണവരെ പോലെ നെല്ലുകുത്തുകാർക്കും ഭാര്യയ്ക്കും നിർദ്ദേശങ്ങൾ കൊടുത്തങ്ങനെ നിൽക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അവർക്കും നല്ല ജോലിയുണ്ട്. ഇവരെല്ലാം സന്താൾ ഗോത്രക്കാർ തന്നെ. ചെറിയൊരു നെല്ലുകുത്തു യന്ത്രമാണ്. ഉമിയും തവിടും ഇങ്ങനെ വേറൊരു ഭാഗത്ത് വന്നു വീണുകൊണ്ടിരിക്കുന്നു. ഉമിക്കും ഇവിടെ ഡിമാൻഡുണ്ട്. ഉമി വാങ്ങിക്കൊണ്ടു പോകാൻ ആളുകൾ വരും. കൊയ്ത്തു കഴിഞ്ഞാൽ ഉമി ശേഖരിക്കുന്ന ആളുകൾ എല്ലാ വീടുകളിലും എത്തുമെന്നതാണ് പതിവ്. അരി കുടുംബത്തിന്റെ ആവശ്യത്തിനുള്ളതെടുത്ത ശേഷം ബാക്കി വിൽക്കുകയാണ് ഇവർ ചെയ്യുക. പിന്നെ നെല്ലും വിൽക്കാറുണ്ട്. നിലമുഴുമ്പോൾ കാളയുടെ കഴുത്തിൽ കെട്ടിവെക്കുന്ന നുകമാണ് ചുവരിൽ. ഒരു കർഷക ഭവനത്തിന്റെ എല്ലാ സ്വഭാവവുമുണ്ട്. മണ്ണു തേച്ച ചുമരുകൾ, ചാണകം മെഴുകിയ നിലം. ഓരോ പാത്രത്തിലും അരി നിറയുന്നതനുസരിച്ച് വേറെ പാത്രം കൊണ്ടുവച്ചു കൊടുക്കുന്നു. അരി അകത്തേക്ക് മാറ്റുകയും ചെയ്യുന്നു. വീടിന്റെ ഏറ്റവും ഉള്ളിലെ മുറിയിലാണ് അരി കൊണ്ടുപോയി സൂക്ഷിക്കുന്നത്. അകത്ത് പത്തായമുണ്ടായിരിക്കണം. സന്താൾ ഗോത്രത്തിലെ ഒരു കർഷക ഭവനത്തിലെ ജീവിതത്തിന്റെ കാഴ്ചകൾ കണ്ട് ഞാൻ കുറച്ചുനേരം അവിടെ നിന്നു. ഈ വീട്ടുകാരൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. വീട്ടിൽ വരുന്നവരോട് വളരെ മാന്യമായി പെരുമാറുന്നു. ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പോഴേക്കും പുറത്ത് 1-2 പേർ വന്നിട്ടുണ്ട്. എന്താണ് പരിപാടി എന്നറിയാൻ. അടുത്ത വീട്ടിലെ ആളുകളാണ്. ഇങ്ങനെയാണ് വീട്ടിലെ കച്ചിത്തുറു. ഇതിന്റെ ചുവട്ടിൽ പശുക്കളെ കെട്ടുന്ന ഇടമാണ്. അതിനു മുകളിലാണ് വൈക്കോൽ കൂന. വേനൽക്കാലത്ത് ആളുകളും ഇതിനകത്ത് വിശ്രമിക്കും. ഈ ഗ്രാമത്തിന്റെ പേര് ഇവർ പറഞ്ഞു തന്നു. സിമ്ര ബേഡ എന്നാണ് പേര്. ഞാൻ ഗ്രാമത്തിലൂടെ മുന്നോട്ട് നടന്നു. സന്താൾ ഗോത്രത്തിലെ പല വിഭാഗങ്ങൾ വസിക്കുന്ന ഗ്രാമമാണ്. സന്താൾ എന്നത് പൊതുഗോത്രമാണ്. അതിൽ 7 പ്രബല വിഭാഗങ്ങൾ ഉൾപ്പെടെ 12 കുലങ്ങളും അനേകം ഉപവിഭാഗങ്ങളുമുണ്ട്. നായർ കമ്മ്യൂണിറ്റിയിൽ മേനോൻ, പിള്ള, നമ്പിയാർ, കുറുപ്പ്, കർത്ത എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണത്. സന്താൾ ജാർഖണ്ഡിലെ പ്രബല ഗോത്രമാണ്. പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിക്കുന്നവരാണവർ. ഗ്രാമവഴിയിലൂടെ അങ്ങനെ നടക്കവേ ഒരു ലോറിയുടെ പിന്നിലേക്ക് എന്തോ കൊണ്ടുവന്ന് കയറ്റുന്നത് കണ്ടു. ചാക്കിന്റെ വലിപ്പവും അതിടുന്ന രീതിയും കാണുമ്പോൾ വലിയ ഭാരമില്ലാത്ത എന്തോ ആണെന്ന് മനസ്സിലാവും. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഉമിയാണെന്ന് പറഞ്ഞു തന്നു. അതിന്റെ കച്ചവടക്കാരനാണെന്ന് തോന്നുന്നു ഇയാൾ. കണക്കൊക്കെ എഴുതുന്നുണ്ട്. ഈ വീട്ടുകാരുടെ നെല്ലിൽ നിന്നുള്ള ഉമി വാങ്ങാൻ വന്നതാണ് ഇവർ. കച്ചവടക്കാർ പണിക്കാരുമായി വരുന്നു. ഉമി ചാക്കിൽ നിറച്ച് ലോഡ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഓരോ ചാക്ക് ഉമിക്കുമായിരിക്കും വില കണക്കാക്കുന്നത്. ഉമിക്ക് ഇവിടെ പല ഉപയോഗങ്ങളുണ്ട്. കോഴി ഫാമുകളിൽ ബെഡിംഗ് മെറ്റീരിയലായാണ് അത് കൂടുതലായും ഉപയോഗിക്കുന്നത്. ഇഷ്ടികയും മൺകലങ്ങളും ചൂള വയ്ക്കാനും ഉമി കൊണ്ടുപോകുന്നുണ്ട്. ചില വീടുകൾക്കകത്ത് ആളുകളില്ല.
എല്ലാ വീട്ടിലും മുറ്റത്ത് ഒരു കയറ്റുകട്ടിൽ ഉണ്ടാവും. വീടിനകത്തേക്കുള്ള വഴി ഇതാണ്. ഒരിടവഴി. അതിലൂടെ ഒരു നടുമുറ്റത്തേക്കാണ് എത്തുക. കലാപരമായി കെട്ടിയൊരുക്കിയ ചൂലുകളുണ്ട് ഇവിടെ. അതിന്റെ പിടിയാണ് ഏറെ ആകർഷകം. പ്രാവുകൾക്ക് വന്നിരിക്കാൻ കുറെ കുടങ്ങൾ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. ഇതാണ് വീടിന്റെ നടുമുറ്റം. ഒരു ഭാഗത്ത് അടുപ്പുകൾ, കുറെ പാത്രങ്ങൾ. ആരെയും കാണുന്നില്ല. അവിടെ നിന്നും ഇറങ്ങി. ഈ വീട്ടിൽ നിന്നുള്ള ഉമി ലോഡിംഗ് ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ഒരു ബൈക്കിൽ ഒരു കുടുംബം തന്നെയുണ്ട്. അവരും കടന്നു പോകുന്നു. ആ ഗ്രാമക്കാഴ്ചകൾ കുറച്ചു നേരം കണ്ടുനിന്നു. അപ്പോഴേക്കും പ്രമോദ് വണ്ടിയെടുത്തു. വൈക്കോൽ തുറുവും മൺവീടുകളുമുള്ള പതിവ് ഗ്രാമക്കാഴ്ചകൾ. ഞങ്ങൾ യാത്ര തുടരുകയാണ്. മറ്റു ചില ഗ്രാമങ്ങളും ഗോത്രജീവിതത്തിലെ മറ്റു ചില വിശേഷങ്ങളും കാണാനാണ് ഇനി പോകുന്നത്. വേറിട്ടൊരു അനുഭവം തന്നെയാണിത്. ജാർഖണ്ഡിന്റെ ഉൾനാടുകളിലൂടെ അവിടുത്തെ ജീവിതങ്ങൾ തേടി സഞ്ചാരം തുടർന്നു.